ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഇന്ന് എൻ്റെ മോളെ സ്കൂള് തുറന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനും പെല്ലമ്മളും കൂടി കൊണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. പിന്നെ വീഡിയോ എൻ്റെ വരെ കാണുക, കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വീഡിയോയിൽ കാണാം കേട്ടോ. സ്കൂൾക്ക് പോണ്ടേ? നാളല്ല സ്കൂൾക്ക് പോണ ദിവസം. ബാ നീക്ക് നല്ല പഠിച്ചോനേ പറഞ്ഞു കുട്ടിനെ നോക്കാം. ജോർക്ക് പോണ്ടേ സ്കൂൾക്കാ ഒലോച്ചേ കിട്ടഞ്ഞേ ഈ ഉഷാറന്നെ വേണട്ടാ. ഹായ് സുന്ദരിയായിപ്പോ. ഇതിങ്ങനെ അമർത്തിയിടണ്ടത് ബെൽറ്റ്. വായിക്കില്ല. ചായയൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ വിശക്കുന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ പേടിപ്പിച്ചപ്പോൾ പിന്നെ എളുപ്പം കഴിക്കണുണ്ട് ആള്. ഇനി ഇതുപോലാണ്ട് റെഡിയായി കിട്ടിയാൽ മതിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ആൾ നല്ല ഓക്കെ ഉണ്ട് കേട്ടോ. സ്കൂളിൽ പോകാൻ ഭയങ്കര ഉഷാറൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഉച്ച വരെ, ഇനി 5 ദിവസം ഉച്ച വരെ ഉണ്ടാവുള്ളൂ. അപ്പം ഇനി ഉച്ചക്ക് കൊണ്ടുവരാൻ പോകണം. അങ്ങനെയാണ്. ഇന്ന് ഞങ്ങൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 10 മണിക്ക് അവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 10:30 ആകുമ്പോൾ മീറ്റിങ് തുടങ്ങും. അപ്പോൾ 10 മണിക്ക് അവിടെ സ്കൂളിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങി ഇപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഫ്രഷായി എല്ലാവരും റെഡി ആയിക്കാണ്. ഞാനും പെല്ലമോളും ഉളപ്പം പോവുകയാണ്. ഒരു ഓട്ടോക്കാണ് പോകേണ്ടത്. കാറ് ചാലും മനകാക്കിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറായി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ഓളെടുത്തുകാണ്ട് പോരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂളെത്തിയിട്ടുണ്ട്. വെൽക്കം. വെൽക്കം. ആയിക്കോ ഇങ്ങോട്ട് നോക്കുന്നേ. ക്ലാസ്സിൽ കേട്ടിട്ടേ ഓഡിറ്റോറിയത്തിൽ പോകുന്നു കേട്ടോ. ഫോട്ടോ എടുത്താൽ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. കൈ എടുക്കേ. ആ വലു വാങ്ങിക്കാണ്. കൈ എടുക്ക്. കൊടുക്കേ. കൈ കൊടുക്ക്. കൈ ഇങ്ങനെ കൊടുക്ക്.
ഇഷ്ടായാ? ആങ്കിളുടെ കൈ കൊടുത്താ? ആങ്കിളുടെ കൈ കൊടുക്കാം. അവിടെ അവിടെ ഇവിടെ ഇവിടെ അവിടെ അവിടെ. ഇവിടെയൊന്നും ഞാൻ കാണുന്നില്ല ആരെയും. അവിടെ കേറിക്കോ. അതാണ് ബാപ്പോ. Teachers for guiding us every day. And a big hello to all my children and friends. We are very excited to start this new journey together. Thank you all for making this day so special. Once again, I welcome you all. Thank you and have a wonderful day. Welcome. With great respect, I invite our beloved principal, Sister Angela George, to share the presidential address. Our former student and who is a practitioner at Men's Hospital, Kottakkal. Our PTA President, Mr. Sharad Sir. Vice Principal Bina Ma'am, KG Director Asha Ma'am. Very good morning to everyone, parents, teachers and little ones who are joining the school today. A hearty welcome and a good morning to one and all. I'm confident in their communication. And I also thank the team of Prayer Song and Welcome Dance. So let us all put our hands together and give them a big round of applause. And I thank and congratulate the teachers, KG Director Asha Ma'am, and the class teachers of UKG session for preparing them for such a wonderful performance on the stage. For your inspiring message. I invite all the dignitaries to light the lamp. Dear audience, dear parents, I'm really happy and delighted to inform you all. Guest of today's function, the speaker of this day is our former student who is working at Men's Hospital, Kottakkal. Lakshmi, Dr. Lakshmi, and who is a psychiatrist. So it's a proud moment for us, and I think it will be for you too, because maybe later in future, your children, Dr. Lakshmi. Director Asama, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി സെക്രട്ടറിയുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ ലക്ഷ്മി, മറ്റ് എൻ്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സ്കൂളിലെ അധ്യാപകരെ, മറ്റ് അനധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം ഇന്നത്തെ ഈ KG കിൻഡർ ഗാർട്ടൻ ഇനാഗുറേഷനിൽ നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ച് ഇന്ന് കോട്ടക്കൽ മിംസിൽ സൈക്കാട്രിക് ഡോക്ടറായി വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട ലക്ഷ്മി മാമാണ്. നമ്മുടെ സ്കൂളിനെ കുറിച്ച് കൂടുതലൊന്നും
പറയാൻ ഇല്ല. ഈ ഒരു നല്ലൊരു മെസ്സേജ് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകാനുള്ളത്. കാരണം ഇന്ന് ഡോക്ടർ ലക്ഷ്മി ആണെങ്കിൽ നാളെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. വളരെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു നിമിഷമാണ്. വളരെ നല്ലൊരു കയ്യടി കൂടി നമ്മുടെ ഉദ്ഘാടകയെത്തിയ ഡോക്ടർ ലക്ഷ്മിക്ക് നൽകുക. അപ്പൊ ഇതിൽ കൂടുതൽ നല്ലൊരു മെസ്സേജ് സേക്രഡ് ഹാർട്ടിന് നിങ്ങൾക്ക് നൽകുവാനില്ല. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. PTA പ്രസിഡന്റ് എന്ന നിലയിലും ഇവിടുത്തെ ഒരു രണ്ട് കുട്ടികളുടെ രക്ഷകർത്താവ് എന്ന നിലയിലും വളരെ അഭിമാനം തോന്നുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഇത്രയും നല്ല ഒരു സ്ഥാപനത്തിൽ നിങ്ങളുടെ മക്കൾ എത്തിച്ചേർന്നതിന് അവരുടെ വിദ്യാഭ്യാസ യാത്രയിൽ അവർക്ക് എന്നും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമ്മളോടൊപ്പം നിന്ന് പേരൻസിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർക്കും അതിനൊക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ and our chief guest whom I used to call just Lakshmi but today Dr. Lakshmi എന്ന രീതിയിൽ തന്നെ ഞാൻ പറയും. കാരണം അവരുടെ ഡൗട്ട്സ് ആണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതേപടി എനിക്കറിയാം നിങ്ങളെ പോലെ തന്നെ ആകാംക്ഷയുടെ ഒരു കാലത്ത് ഞാനും ഈ കൂട്ടത്തിൽ ഇരുന്നിട്ടുണ്ട്. എൻ്റെ മോൾ ഇതേ സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പോൾ ആൾ MBA ചെയ്യാൻ പോയി. അപ്പോഴും മൊബൈൽ ഉണ്ടായിരുന്നു, അവളും എഡിറ്റഡ് ആയിരുന്നു. പക്ഷേ ടൈംലി ഒരു സ്റ്റെപ്പ് എടുത്തപ്പോൾ അതെനിക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റി. ആ ടൈംലി സ്റ്റെപ്പ് ഞാൻ രണ്ടുപേരുടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങാണ് സംഭവിച്ചത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒന്ന് കുറച്ചു ഇതിൻ്റെ യൂസ്. അത് എക്സ്പെഷ്യലി അവർ 9th 10th കാലമുണ്ടായിരുന്നു. അന്ന് കോവിഡ് കാലം കൂടിയായിരുന്നു. നമുക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. PPT ഉണ്ടാക്കണം. ഇതെന്താ ഇങ്ങനെ ഒന്നായിട്ട് ഡ്രസ്സൊക്കെ ഇതായല്ലോ. ബിസ്ക്കറ്റ് എന്നതാ ഓക്കെ കുട്ടികളായിട്ടോ. പെൻസിന് കിട്ടിയാ നീ പോവല്ലേ? നാളെ വരുമോ മോളെ? നാളെ വരുമോ? നാളെ വരുമോ? ഏത് കുട്ടിയാണ് വിളിച്ചിന്ന്? ഓക്കെ പാട്ട് പഠിച്ചിന്നാ? ഏത് പാട്ടാ പാടിയത്? ചാടി ചെയ്തിന്നാ? ഡാൻസ് കളിച്ചിരുന്നാ? പിന്നെന്താ ഉണ്ടായിരുന്നത്? ടീച്ചറെ ചോദിച്ചത് എന്റെ പേര് എന്താ പറഞ്ഞേ? എന്റെ പേരെന്താ പറഞ്ഞാ? നീ നാളെ പോവൂലേ? ഇനി ആരൊക്കെ പോവാ നാളെ? ഓട്ടോമാമൻ്റെ ഒപ്പം. നാളെ ഓട്ടോമാമ എന്നിട്ട് ഉച്ചക്ക് ഞങ്ങൾ കൊണ്ടുവരാതെ കേട്ടാ. ഞാനിത് ഇതും കൂടി കേട്ടാ. ഓക്കെ അല്ലേ? കഴിഞ്ഞാ?